ശ്രീ നോയൽ രാജ് എഴുതിയ കഥ പേരുമറന്ന ആൾ. തെരുവിൽ ജനിച്ചു വളർന്ന അയാൾക്ക് ഒരു യാചകനായി തീർന്നതിൽ യാതൊരു അത്ഭുതവും ഉണ്ടായിരുന്നില്ല. സുകുമാരൻ എന്ന മനോഹരമായ പേര് ഉണ്ടായിരുന്നത് അയാൾ പോലും മറന്നിരുന്നു. ഓർമ്മ വച്ച നാൾ മുതൽ യാചകനായി ജീവിച്ചു. എത്ര വലുതായിട്ടും ശീലിച്ച തൊഴിൽ ഉപേക്ഷിക്കാനായില്ല. വളരെയധികം പണം അയാളുടെ കൈവശമുണ്ടായിരുന്നു. മറ്റാർക്കും മനസ്സിലാകാത്ത തരത്തിൽ പഴകിയ ചാക്കിൽ കെട്ടി എപ്പോഴും അയാൾ അത് കൊണ്ടു നടന്നു. ഒരു ദിവസം ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ അയാളുടെ മനസ്സിലേക്ക് ചില ചിന്തകൾ കടന്നു വന്നു. പണം ധാരാളം കൈവശമുണ്ടായിട്ടും ആർക്കും വേണ്ടാത്ത ഒരു ജന്മമാണല്ലോ തൻ്റേതെന്ന് അയാൾ ഓർത്തു. ഈ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ആവശ്യമാണെന്ന് അയാൾ തീരുമാനിച്ചു. അതനുസരിച്ച് ഗ്രാമത്തിലെ കുറച്ചു സ്ഥലവും ചെറിയ പണിതീരാത്ത വീടും അയാൾ വിലക്കുറവിൽ വാങ്ങി. കുത്തഴിഞ്ഞ ജീവിതം നയിച്ചിരുന്ന ഓരോ യാചകരെ വിളിച്ചു വരുത്തി വീടിൻ്റെ പൂർത്തിയാകാത്ത പണികൾ ചെയ്യിക്കാൻ തുടങ്ങി. വൈകുന്നേരം അവർക്ക് അർഹമായ കൂലിയും നൽകി. പലരും അയാളുടെ വീടുപണിക്കായി എത്തിത്തുടങ്ങി. ചെറുതെങ്കിലും മനോഹരവും ഉറപ്പുള്ളതുമായ ഒരു വീടായി അത് മാറി. ലോട്ടറിയുടെ ഒരു കച്ചവടം തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു. ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങിച്ച് പുരപണിക്ക് തയ്യാറായി വന്ന ഓരോരുത്തരെ വിളിച്ച് കുറേ ടിക്കറ്റുകൾ അവർക്ക് വീതിച്ചു നൽകി. വിറ്റുകിട്ടുന്ന പണം വൈകിട്ട് തിരിച്ചേൽപ്പിക്കണം. അതിൽ നിന്ന് കമ്മീഷൻ ഇനത്തിലുള്ള തുക അവർക്ക് തിരിച്ചു നൽകി. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഭിക്ഷ യാചിച്ചിരുന്നവരെ നല്ലൊരു ജീവിത നിലവാരത്തിലെത്തിക്കാൻ അയാൾക്ക് കഴിഞ്ഞു. അപ്പോൾ മറന്നുപോയിരുന്ന തൻ്റെ പേര് വീണ്ടും അയാൾ ഓർമ്മിച്ചു. ഒരു ബോർഡും എഴുതി തൂക്കി: സുകുമാരൻ്റെ കട.